ഞാനാണ് ഇവിടുത്തെ ബംഗാളി. ഹലോ ഗൈസ്, ഇറ്റ്സ് മീ മാന്ത്രിക. അങ്ങനെ ഞങ്ങൾ വീട് മാറിതേണ്ടി ഇവിടേക്ക് വരികയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ അമ്മായിയൊക്കെ വാങ്ങിയിട്ടേക്കുന്ന വീടാണ്. സോ നമ്മുടെ വീട് പണിയോടനുബന്ധിച്ച് നമ്മൾ വീട് പണിയാൻ വേണ്ടി മൊത്തം അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം അവിടുന്ന് ഞങ്ങൾ മാറി ഇവിടേക്കാണ് വരുന്നത്. രാധമോൾ കണ്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇത് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്ത് ഇറക്കിയിട്ട് നമുക്ക് ബാക്കി പരിപാടി. ഇത് മൊത്തം അമ്മായിയുടെ കൃഷിയാണ് കേട്ടോ. ചെറിയ ചെറിയ ചീര ഉണ്ടോ, ഈ ചീര മൊത്തം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ അപ്പുറത്ത് വാഴക്കൃഷി, പയർ, അങ്ങനെയെല്ലാം. പിന്നെ പ്രധാനമായിട്ടും തൊട്ട് ഫ്രണ്ടിൽ തന്നെ നമുക്ക് കനാലുണ്ട്. കനാലിലാണെങ്കിൽ ഈ ഒരു വേനൽ സമയമായതുകൊണ്ട് നല്ല വെള്ളമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീടിൻ്റെ അകം മൊത്തത്തിലൊന്ന് കാണാം. ഇതാണ് ഞങ്ങളുടെ ഗ്ലൂക്കോസ് പൊടി. യെസ്, അപ്പോൾ ഇതൊരു റൂം. യെസ്, ഇതൊരു റൂം. പിന്നെ ഇത് ഡൈനിങ് റൂം പോലെ. ഇതും ഒരു റൂം. പിന്നെ ഇത് അടുക്കള. അപ്പം ഇതാണ് അത്യാവശ്യം കുഴപ്പമില്ല. നമ്മുടെ ഒരു മാസം നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള അവൈലബിളായിട്ട് പോസിബിളായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റും. ഗൈസ്, അങ്ങനെ ഈ റൂമിൽ അമ്മായിയുടെ പണിയായുധങ്ങളാണ്, അമ്മായിയുടെ അത്യാവശ്യം കൃഷിക്കുള്ള സാധനങ്ങളാണ് ഈ റൂമിൽ. ഓൾറെഡി കൂണിൻ്റെ കൃഷി നടത്തി അത് വിജയകരമായി സക്സസ് ആയിട്ട് ഒരു വട്ടം സെയിലും ചെയ്തു. അപ്പം ഈ ചെറിയ റൂമിൽ അമ്മയുടെ സാധനങ്ങളെല്ലാം ഞങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മുടെ ആരേജി, ഇത് നമ്മുടെ ഗ്ലൂക്കോസ് പൊടി ആകുമോൻ. അടുക്കളത്തോട്ടം എന്നൊക്കെ പറയുന്ന രീതിയിൽ അമ്മയുടെ അടുക്കളത്തോട്ടത്തിലെ കൃഷിയാണ് നിങ്ങൾ കാണുന്നത്. കറിവേപ്പില, ചീര, പയർ, പിന്നെ കോവൽ, വെണ്ടയ്ക്ക, പച്ചച്ചീര, പിന്നെ വാഴക്കൃഷി, കുരുമുളക്. ഏതോ കല്ലൊക്കെ എടുത്ത് മാറ്റാൻ പറയാം, നോക്കട്ടെ. വീട് പണിക്ക് വേണ്ടിയിട്ട് നമ്മൾ സാധനം ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ട, കഴിഞ്ഞ ദിവസം വഴി വെട്ടിയത് ഉപകാരം, കറക്റ്റായിട്ട് വണ്ടി ഇറക്കിയിട്ട് സാധനം ഇറക്കാൻ പറ്റുന്ന രീതിയിലായി. അപ്പോൾ അങ്ങനെ നമ്മൾ മൊത്തത്തിൽ ഒന്ന് പുതുക്കി പണിതെടുക്കാൻ വേണ്ടി പോവാണ്. കുറേ വർഷത്തെ കാത്തിരിപ്പായിരുന്നു, ഇപ്പോഴാണ് സഹജമായത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാനാണ് ഇവിടുത്തെ ബംഗാളി. ഓൾറെഡി ഞാൻ ഈ വണ്ടിയിൽ കുറേ ലോഡ് ഇറക്കിയിട്ടുള്ള വണ്ടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശിവൻകുട്ടി, അത് ശിവൻകുട്ടി പറഞ്ഞാൽ നമ്മുടെ സുരേഷ് ചേട്ടൻ്റെ മകൻ്റെ പേരാണ് കേട്ടോ. പക്ഷെ ഞാനും ബീജേട്ടനും എൻ്റെ മാവനും മനുച്ചേട്ടനും സഞ്ചേട്ടനും എല്ലാവരും ഓടിയിട്ടുള്ളൊരു വണ്ടിയാണിത്. ഞാൻ ജോലിക്ക് പോകുന്നതിന് മുമ്പേ ഇതുപോലെ ഇഷ്ടം പോലെ ലോഡ് ഇറക്കിയിട്ടുള്ള വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വണ്ടി ഭയങ്കര കാര്യമാണ്. അപ്പോൾ ബീജേട്ടൻ തന്നെ കഴിക്കാൻ പോയി വണ്ടി ഇറക്കിയിട്ടിട്ട്, അപ്പം ഇത്രയും ലോഡ്, ഒരു ലോഡ് ബാക്കി കിടപ്പുണ്ട്. അത് കാണിച്ചു തരാം. ഇത് ഞാൻ കഴിഞ്ഞ മുമ്പേ ഇറക്കി രാവിലെ, ഇനി അതുകൂടെ നമ്മൾ ഇറക്കണം. അപ്പോൾ എന്തായാലും ഇറക്കട്ടെ. ഇത് മൊത്തം കൂടെ പല ദിവസമായിട്ട് ഞാൻ കൊളാബ് ചെയ്ത് കുറേ ദിവസത്തെ വീഡിയോ ഒന്നിച്ച് കൊളാബ് ചെയ്തായിരിക്കും ഇടുന്നത്. കാരണം വേറൊന്നുമല്ല, മൊത്തത്തിൽ ഒറ്റ വീഡിയോ ആക്കാനുള്ള ശ്രമത്തിലാണ്. ഓക്കെ, ഒരു പീസാനും ഒരു അൻസാനും പീസാനും കൂടെ അടിച്ചു കഴിഞ്ഞാൽ രാവിലെ വരുമ്പോഴേ എപ്പോഴും തോക്കത്തെ പോകണ്ട വേണ്ട. അങ്ങനെ ഇന്നത്തെ 2 ലോഡ് ഇറക്കിയിട്ടുണ്ട്. വിഞ്ചാറിന് വേറെ ഓട്ടോ ഉള്ളതുകൊണ്ട് മാത്രം ബാക്കി നാളെ ഇറക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാം കൂടെ ചേർത്ത് ഒന്നിച്ചൊരു വീഡിയോ ആയിട്ട് ഞാൻ നടത്തുള്ളൂ. വീട് ഫുള്ള് പണി കഴിഞ്ഞിട്ട് ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കും. ഇല്ലെങ്കിൽ പണിതിന് മുന്നേ ആയിട്ട് ഒരു സെക്ഷൻ, അങ്ങനെ 2 സെക്ഷനായിട്ടൊക്കെ ഇടത്തുള്ളൂ. കാരണം മൊത്തം കൂടെ ഇടുന്നതും പോസിബിൾ ആവണമെന്നില്ല. പിന്നെ ഈ ഒരു പേരൊക്കെ എടുത്ത് മാറ്റണം, കാരണം അത് വീടിനോട് ചേർന്ന് നിൽക്കും. അപ്പോൾ മൊത്തത്തിൽ എന്തായാലും പണിത് സെറ്റാക്കണം. നമ്മൾ ശരിക്കും ഒരു മിഡിൽ ക്ലാസ്സിൻ്റെ ബോയുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രഗിളിങ്ങാണ്. അച്ഛൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരിക്കലും കക്കാനും മോട്ടിക്കാനൊന്നും പോലും വേറെ എന്ത് തൊഴിലും നിനക്ക് നല്ലതെന്ന് തോന്നുന്നു ചെയ്ത് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നും വരുന്നത്. സോ ഞാൻ നാട്ടിലുള്ള സമയത്ത് ഇതുപോലെ വണ്ടി ലോഡ് ഇറക്കാൻ പോകാനും അങ്ങനെ എല്ലാ പരിപാടിക്കും പോകും. അങ്ങനെ എല്ലാ പരിപാടിയും ലോഡ് പോലെ ഇറക്കുന്നത് മിറ്റിലി ഉമ്മ അങ്ങനെയുള്ള പരിപാടികളൊക്കെ. അപ്പോൾ നമ്മുടെ പിജിൻ ചേട്ടൻ
വണ്ടി വെക്ക്. ഇറങ്ങിയിട്ടുണ്ട് ഞാൻ. എണ്ണി നോക്ക്. ആര് പൈസ തന്നാലും എണ്ണി നോക്കണം എന്നാണ് പറയാറ്. എണ്ണി നോക്ക്. കറക്റ്റ് തിരിയും. അതായത് നമ്മുടെ വീഞ്ചാൻ്റെ കഴിവിടാണ് കാണുന്നത്. കണ്ടാ, സ്കില്ലെന്ന് പറഞ്ഞാൽ എന്നെ സ്കില്ലാണ് പുള്ളി. വരും. മതി. കറക്റ്റ് കൊള്ളിച്ച് പൊട്ടിക്ക് നിർത്തി. ആ ഇനി ഫുൾ അടിച്ചോ. പോത്തിലോ. ജസ്റ്റ് മിസ് ഗൈസ്, ജസ്റ്റ് മിസ്. അങ്ങനെ കയറി പോവാണ്. അങ്ങനെ വീടിൻ്റെ പണി നമ്മൾ തുടങ്ങിയിരിക്കുന്നു. ഇനിയാണ് യഥാർത്ഥത്തിലുള്ള കാണാൻ പോകുന്ന കാഴ്ചകൾ. 2 ദിവസമായിട്ട് മൊത്തം ക്ലീനിങ് ഒക്കെ ആയതുകൊണ്ട് നല്ല ജലദോഷമൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ പുതുക്കി പണിതെടുക്കണം. എടുത്തിരിക്കും, പുതുക്കി പണിത് എടുത്തിരിക്കും. എൻ്റെ റൂമിൻ്റെ ജനാല മാറ്റി വേറെ ജനാല വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിനോടൊപ്പം തന്നെ നല്ല വൃത്തിക്ക് തേപ്പ് നടക്കുന്നു. ഭിത്തി നല്ല ചൂടായതുകൊണ്ട് തന്നെ തേക്കുമ്പോൾ തേണ്ട ഇതുപോലെ ഇങ്ങനെ ഇളകി വീണുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നാലും നല്ല നോക്കിയും കണ്ടുമാണ് ആ ചേട്ടൻ ചെയ്യുന്നത്. വീട്ടിലെ ഷിഫ്റ്റിംഗ് പുരോഗമിക്കുന്നു. 1 മണിക്ക് വന്ന് പണിക്കാർക്ക് ചായം കടി മേടിച്ചോണ്ട് പോയിട്ട് ഇപ്പോൾ വീണ്ടും വന്ന് കേട്ടോ ഒരു ബൂസ്റ്റ്. ശരിക്കും വരാൻ കാരണം അത് ഈ ഇരിക്കുന്ന പൊരുപ്പാണ്. +2 എക്സാം കണ്ടോ. +2 എക്സാം ആയിട്ട് ബാക്കി പിള്ളേരൊക്കെ പഠിക്കുന്ന സമയത്ത് ഇവിടെ ബൂസ്റ്റ് കുടിച്ചേണ്ടിരിക്കുക. അതിനും വേണം ഒരു റേഞ്ച്. അല്ലടാ, ഫിസിക്സ് എങ്ങനെ ഉണ്ടായിരുന്നു? പൊട്ടുമല്ലേ? നമുക്ക് വിഷയമുള്ള കാര്യമല്ല, നമ്മൾ വരുന്നിടത്ത് വെച്ച് കാണാം. അപ്പോൾ എന്തായാലും വീട്ടിലെ ഷിഫ്റ്റിംഗ് നടക്കുന്നുള്ളൂ. എനിക്കാണെങ്കിൽ പൊടിയൊക്കെ അടിച്ച് ഒട്ടും വയ്യ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ലൊക്കേഷൻ, ചെറുകോൽപ്പുഴ, നമ്മുടെ സ്ഥിരം ചായക്കട. ഗൈസ് അങ്ങനെ കോഴഞ്ചേരി വന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് ഷിഫ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞത്. ഏകദേശം പകുതി ആയതേ ഉള്ളൂ. പകുതിയല്ല, ഒരു 75% കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഫുഡ് കഴിക്കില്ല, പാഴ്സൽ മേടിച്ചുകൊണ്ട് പോകണം. അപ്പോൾ ദോശയും ഓംലേറ്റും അവനോടെ ഫുഡ് മേടിക്കാൻ വേണ്ടി നിൽപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ബൈ ഗൈസ്. ഇല്ലെങ്കിൽ വീഡിയോയ്ക്ക് ലെങ്ത് പോയി പോകും. അപ്പം എന്തായാലും സബ് അടിച്ച് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.